ഇനി ഈ ബിഗ് ബോസ് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ ഈ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. രേണു സുധി അത് ബിഗ് ബോസിൽ കയറി കൂടിയ അന്ന് മുതൽ രേണു സുധിയാണ് വാർത്താ കേന്ദ്രം. രേണു സുധീനെ പുറത്താക്കിയോ? എന്താ അവസ്ഥ? ഈ ബിഗ് ബോസ് പിന്നെ എന്താ പറയുക, എപ്പോഴും ഈ വാർത്തകളിലൊക്കെ ചർച്ചയാകുന്നത് പ്രത്യേകിച്ച് ഈ ലാലേട്ടൻ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലാണ്. ഇപ്പോൾ അത് കാണാൻ വേണ്ടി മാത്രമാണ് ആളുകൾ എനിക്ക് തോന്നുന്നു ആ ഷോ കാണുന്നത്. ഈ സീസൺ 7 അത്ര ഭയങ്കര സംഭവമായിട്ടൊന്നും ആരും കാണുന്നില്ല. ലാലേട്ടൻ വരുന്ന ദിവസം ഇവരെയൊക്കെ വഴക്ക് പറയുന്ന ഒരു സമയമുണ്ട്, അത് കാണാനാണ് ആളുകൾ മൊത്തത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ രേണു സുധി അവിടുത്തെ എല്ലാം ഒരു പ്രത്യേക കഥാപാത്രങ്ങളാണ്. അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ പലരുടെയും യഥാർത്ഥ സ്വഭാവം പുറത്തു വരും, പലരുടെ യഥാർത്ഥ മുഖങ്ങൾ പുറത്ത് കാണാൻ കഴിയും. അങ്ങനെ പല ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ പിന്നെ ലാലേട്ടൻ മോഹൻലാൽ ഇന്നലെ പറഞ്ഞതുപോലെ, ഇന്നലെയാണ് ഞാൻ ആ ഷോ ആദ്യമായി കാണുന്നത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് തലമുറയെ ഇത് സ്വാധീനിക്കുന്നുണ്ട് ഈ ഷോ എന്ന് പറയുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കാണുന്ന ഒരു ഷോയാണിതെന്നാണ് പറയുന്നത്. സ്കൂൾ സിലബസിലൊക്കെ ഉൾപ്പെടുത്തണം തീർച്ചയായിട്ടും. കാരണം ഇത് പല രീതിയിലുള്ള ഈ ആളുകളുടെ ഇപ്പോൾ നമ്മളോട് ഈ എന്താ പറയുക, ഓഫീസുകളിലും അല്ലെങ്കിൽ വീടുകളിലും ഒക്കെ കാണുന്ന സ്ഥിരം ഈ കുശുമ്പ്, കുന്നായ്മ, നുണപറച്ചിൽ, തമ്മിലടി, കൂട്ടയടി, ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്തും. വേറൊരു കാര്യമുണ്ട് തന്നെ, ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ചില വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കും. കടുവയോ കുരങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും. ഈ വനം വകുപ്പ് അതിനെ പിടിച്ചുകൊണ്ടുപോയി കാഴ്ച ബംഗ്ലാവിൽ പ്രദർശന വസ്തുവായിട്ട് വെക്കും. ബിഗ് ബോസിനെ കുറിച്ചല്ല പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു ഷോയാണ്, കുറേ ആളുകളുടെ ജീവിതം കൂടിയാണ്. അപ്പോൾ കാരണം ഇതിൽ വരുമ്പോൾ കുറേ ഫെയിം കിട്ടും, കുറേ ഇൻ്റർവ്യൂസ് കിട്ടും, കുറച്ച് പൈസയൊക്കെ കിട്ടും, ഡെയിലി പേയ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് പൈസയൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ മോഹിച്ചുകൊണ്ടാണ് പലരും ഇത് സിനിമയിലേക്കുള്ള ഒരു വഴി തുറക്കൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും രംഗപ്രവേശനം ചെയ്യുന്നത്. പക്ഷേ ബിഗ് ബോസിൽ വന്ന് അതിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് ഒരു സൂപ്പർ താരമായി മാറിയ ഒരു സിനിമാ താരം ഇല്ല, ആരുമില്ല. ഈ പലരുടെയും കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇതോടുകൂടി ഫേമസ് ആകാം. ഇപ്പോൾ ഇറങ്ങിയ ഉടനെ പിന്നെ എന്താ പറയുക, എയർപോർട്ടിൽ കുറേ ചാനലുകാരെത്തും, അവിടെ നിന്ന് സ്വീകരിച്ചു കൊണ്ടുപോയിട്ട് പിറ്റേന്നൊരു 10 ചാനൽ തുറന്നു നോക്കിയാൽ ഈ ഔട്ടാവുന്നവരുടെ ഫേസ് മാത്രമേ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയൂ. അതിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു, സ്ക്രിപ്റ്റഡ് ആയിരുന്നു, അവിടെ നിങ്ങൾ ആ മറ്റ് മത്സരാർത്ഥികൾ എങ്ങനെയായിരുന്നു. കേരളത്തിൽ തൊഴിലില്ലായ്മയുടെ രൂക്ഷത എത്രത്തോളമാണെന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത കുറേ പേര് അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നു. ഇവർക്ക് വേണ്ടി അടിയും പിടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കുക, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന കുറേ എണ്ണം. ഫാൻസ് അസോസിയേഷൻ, വാട്സാപ്പ് കൂട്ടായ്മകൾ, ഫേസ്ബുക്ക് ക്യാമ്പയിനുകൾ. എന്തിനാണ് ആ സമയത്ത് 2-3 തെങ്ങ് പെടാനുള്ള? ചുമ്മാലടാ നിന്റെ ഭാര്യ ഇട്ടിട്ട് പോയതെന്ന് ഒരുത്താൻ, ചുമ്മാലടാ നിന്റെ ഭർത്താവ് ഇട്ടിട്ട് പോയത് മറ്റവൻ. അങ്ങനെ ഭയങ്കര തരത്തിലുള്ള ഈ ബോഡി ഷെയ്മിങ്ങുകൾ, പരസ്പരമായ അധിക്ഷേപങ്ങൾ, ചീത്തവിളികൾ, ഇതൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതായത് ഈ മോഹൻലാൽ 7 സീസണായിട്ട് ഇതിൻ്റെ അവതാരകനാണ്. ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയോട് വലിയ ബഹുമാനവും എന്താ പറയുക, ആരാധനയും നമ്മുടെ കേരള സമൂഹത്തിനുണ്ട്. പക്ഷെ അങ്ങനെയുള്ള മോഹൻലാൽ എന്ത് കാര്യത്തിനാണ്, ഈ നാട്ടുകാർക്ക് എന്ത് സന്ദേശം കൊടുക്കാനാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം അതിൻ്റെ അവതാരകനായി മോഹൻലാൽ മാറിയെന്ന് ഒരു മഷീട്ട് നോക്കിയിട്ട് മനസ്സിലാവുന്നത്. ഒരു എന്റർടൈൻമെന്റ് ഷോ എന്നാണ് പറയുന്നത്. അത് എന്റർടൈൻമെന്റ് വേണ്ടിയാണെങ്കിൽ അതിന് പല പല മേഖലകളുണ്ട്. അതിപ്പോൾ ബിഗ് ബോസ് തന്നെ ആണോന്നൊന്നുമില്ല. നമുക്ക് അതിലേക്ക് കിടക്കണ്ട. എന്തായാലും രേണു സുധി കുറേ നാൾ കൊണ്ട് ഈ അവിടെ ഓരോ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബിഗ് ബോസ് എന്നാണ് പറയുന്നത് ആ ക്യാമറകൾ. കാരണം ഇവരെ 24 മണിക്കൂർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറകൾ. അപ്പോൾ ആ ക്യാമറയിൽ പോയി കുറേ നാളുകൊണ്ട് രേണു സുധി പറയുന്നു, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് കിച്ചു എന്ന് വെച്ചാൽ അവർ 2 മക്കളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല, ഞാൻ സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ ഉണ്ടായ ഒരു ഡ്രോമയാണ് എനിക്ക് ഇപ്പോഴും അനുഭവിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുന്നില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ ഓഫ് കാണിച്ച്. ഇന്നലെ ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞു, ഇനി പോണമെന്ന് പറഞ്ഞ് കരയേണ്ട, വന്നോ ഞാൻ വെളിയിലാക്കി തരാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. അത് രേണു സുധിക്കേറ്റ വലിയ അടിയായിരുന്നു. കാരണം ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ കുറച്ചുകൂടി ഒരു കുടുംബത്തിനെ വിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളുടെ സഹതാപം കാരണം അവർക്ക് ഓട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇന്നലത്തെ ഈ ഷോയിൽ കണ്ടപ്പോൾ മോഹൻലാൽ തന്നെ പറഞ്ഞത്. അപ്പോൾ
ഇത്തരത്തിൽ പിന്നെ എന്താ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ 8ന്റെ പണി ബിഗ് ബോസ് കൊടുത്ത് പിടിച്ചോണ്ട് പോയി. ഇനി ഇവിടെ നിൽക്കണ്ട, മതി, 1 മാസം നിന്നല്ലോ. മാത്രമല്ല ഞങ്ങളല്ല പറഞ്ഞു വിടുന്നത്, രേണുവിന് പോണമെന്ന് 24 മണിക്കൂർ രേണു തന്നെ പറയുന്നു. അപ്പോൾ എന്തായാലും പോയി എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു സ്ത്രീയും പുരുഷനും ഒരിടത്തിരുന്നാൽ അവിഹിതമാണെന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഒരു സ്ത്രീയും പുരുഷനും നല്ല സൗഹൃദത്തിലായാലും പറയും അവളെ വച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ സെറ്റപ്പാണ്, ഇത് പറയുന്ന കുറേ ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരാൾ അതിൻ്റെ അകത്തുണ്ട്, അനുമോൾ എന്നാണ് പേര്. സീരിയലിലും പിന്നെ കുറച്ച് ഷോയിലും ഒക്കെ വന്ന് ഫേമസ് ആയ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതിലെ രണ്ട് പിന്നെ മത്സരാർത്ഥികൾ ജിസേലും ആര്യനും ഇവർ പുതപ്പിനടിയിൽ ഉമ്മ വച്ചു എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. പുതപ്പിനടിയിൽ ഉമ്മ വച്ചു, ഞാൻ കണ്ടു, ഇതായിരുന്നു പുതിയ കണ്ടുപിടുത്തം. ഇതിനെ ചൊല്ലി ഒരാഴ്ചയായി അതിൻ്റെ അകത്ത് തമ്മിലടി, ബഹളം, പ്രശ്നങ്ങൾ. അവസാനം ബിഗ് ബോസ് പോലും കാണാത്തൊരു കാര്യം എങ്ങനെയാണ് അനുമോൾ കണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒരാള് പിന്നെ അനുമോളുടെ ഈ കണ്ടുപിടുത്തത്തിന് ആദര സൂചകമായി നാളെ മുതൽ റേഷൻ കട വഴി 2 കിലോ പഞ്ചസാര എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും. കണ്ടിന്യൂ. ഇതിന്റെ കഴിഞ്ഞ ദിവസം ഒരു ആരാധകൻ ഒരു കമന്റ് ഇട്ടേക്കുന്നുണ്ട്, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് കാണുന്ന ഒരു എന്റർടൈൻമെന്റ് ആണ് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്. ഈ ഷോ പിന്നെ കാണുമ്പോൾ നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റായി നമ്മളതങ്ങ് കടന്നു പോകും. പക്ഷേ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒരു ആണും പെണ്ണും പുതപ്പിനടിയിൽ ഉമ്മം വെച്ചാൽ ഇവൾക്ക് എന്താണ് പ്രശ്നം? ഒന്നുകിൽ മോഹൻലാൽ ഇവൾക്കെതിരെ നടപടി എടുക്കണം, ഇല്ലെങ്കിൽ അയാൾ സ്വന്തമായി പോയി കേസ് ഫയൽ ചെയ്യും. അങ്ങനെ ഫയൽ ചെയ്താൽ 3 വർഷം വരെ അവൾ ജയിലിൽ കിടക്കുമെന്നാണ് പറയുന്നത്. രാജ്യം കത്തുന്ന കേസൊക്കെയാണ്, വിഷയമാണ്. ഈ ലോക സമാധാനത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാനിതെല്ലാം ആലോചിക്കാം. ട്രംപൊക്കെ ഇത് അറിഞ്ഞാലുണ്ടല്ലോ, അങ്ങനെ തന്നെ വേണം ഇന്ത്യ. ഇത് നാട്ടിൽ എന്തൊക്കെ പ്രശ്നം നടക്കുന്നു, ലോകം കീഴ്മേൽ മറിയുന്ന സംഗതികൾ നടക്കുന്നു. ദൈനംദിന ഒരു ദിവസം മനുഷ്യൻ ജീവിക്കാൻ കിടന്ന് പെടാപ്പാട് പെടുകയാണ്. ഇവിടെ അവശ്യ സാധനങ്ങൾക്ക് തീപിടിച്ച വില, ഒരുപാട് പ്രശ്നങ്ങൾ, മനുഷ്യൻ അനുഭവിക്കുന്ന എന്താ പറയുക മാനസിക ബുദ്ധിമുട്ട് വേറെ, പ്രയാസങ്ങൾ വേറെ. ഒരു ദിവസം കഴിഞ്ഞുകൂടാനായിട്ട് നമ്മൾ പാടുന്ന പാട്, സാധാരണക്കാരൻ അനുഭവിക്കുന്ന ക്രൈസിസ് എന്താണ്? കാര്യം കേരളം പോലൊരു സ്ഥലത്ത് ഒരു ദിവസം പട്ടിണി കിടക്കാൻ തീരുമാനിച്ചാൽ പോലും മിനിമം 100 രൂപ കയ്യിൽ വേണം. അതാണ് അവസ്ഥ. അപ്പോൾ അത്രയ്ക്കും അതിരൂക്ഷമായ പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് കുറേ എണ്ണം അവിടെ പോയി കിടന്നിട്ട് ഇടിയും ബഹളം. അത് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ ഒരു ചാനലും അതിന് പറ്റിയ ഒരു അവതാരകനും അതിൻ്റെ ഏറ്റുപിടിക്കാൻ കുറേ എന്താ പറയുക പറഞ്ഞാൽ കൂടിപ്പോവും. എന്നെയല്ലല്ലോ ഉദ്ദേശിച്ചേ, എല്ലാവരെയും ചേർത്താ പറഞ്ഞു. അപ്പോൾ ഈ വിഷയം അവതരിപ്പിച്ച നീയല്ല, നിനക്കും ഇരിക്കട്ടെ ഒരു വോട്ട്. അങ്ങനെയല്ല, ആളുകൾക്കൊരു എന്റർടൈൻമെന്റ് നമ്മളും കൊടുക്കണമല്ലോ. എപ്പോഴും ഇത് മാത്രം മാനസിക ഉല്ലാസമാണ് കാര്യമെങ്കിൽ അതിന് എന്തൊക്കെയോ മാർഗങ്ങളുണ്ട്. എന്തൊക്കെയോ വീട്ടിൽ വെറുതെ പിള്ളേരുമായിട്ട് കുടുംബമായിട്ട് ചിലവഴിച്ചാൽ പോലും മാനസിക ഉല്ലാസം കിട്ടും. അപ്പോൾ ഉല്ലാസം തേടിപ്പോകുന്നവരുടെ മാനസിക നിലയാണ് പ്രശ്നം. ഇങ്ങനെ അതൊക്കെ കണ്ടാലേ ഉല്ലാസം കിട്ടൂ എന്ന് ചിന്തിക്കുന്നവർ, അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്തായാലും രേണു സുധി പുറത്തായിട്ടുണ്ട്. പുറത്താക്കിയതല്ല, രേണു ഇരുന്ന് പണി വാങ്ങിയത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഷോ കാണുന്നവർ കണ്ടുകൊണ്ടിരിക്കുക, കാണാത്തവർ അത് വിട്ടേക്ക്.